ഹായ് ഗായ്സ്, ഫൈസ് ആൻഡ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മളെ തട്ടുകടയിൽ നിന്ന് കിട്ടണം അതേ ടേസ്റ്റിലുള്ള ഒരു ഗ്രീൻ പീസിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 3 വിസിലടിക്കണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടൊന്നുമില്ല, ഒരു മീഡിയം ലെവലിലേക്ക് ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇനി അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള സവാള, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇട്ടെടുത്താൽ മതി. ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ നമ്മൾ അതിലിട്ട് കൊടുത്ത കാരണം കുറച്ച് മതി. ഇനി ചിക്കൻ മസാലൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേവിച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഗ്രീൻ പീസും മസാലയും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇനി കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ എഗ്ഗ് ഒന്ന് ചിക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കോഴിമുട്ടയാണ്. അത് നമുക്ക് അതിലോട്ട് ഒഴിച്ചിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഇനി ആ എഗ്ഗും ആ ഗ്രീൻ പീസും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കോഴിമുട്ടയാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് കൊടുക്കാം. ഞാൻ അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. എരിവ് കുറവായ കാരണം കുറച്ചും കൂടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യത്തിന് കൂട്ടി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കണ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.